എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ DPDR, ഡീപേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ ഡീറിയലൈസേഷൻ എന്നുള്ള പ്രശ്നത്തിന്റെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. DPDRന്റെ ലക്ഷണങ്ങൾ, അവ എന്തൊക്കെയാണ് എന്നുള്ളതും അവ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും എന്തുകൊണ്ട് അവ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല എന്നും ഇതിനു മുമ്പുള്ള DPDR പാർട്ട് 1, DPDR സിംറ്റംസ് പാർട്ട് 1, DPDR സിംറ്റംസ് പാർട്ട് 2 എന്നുള്ള 2 വീഡിയോകളിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ആ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണണം. DPDRന്റെ ലക്ഷണങ്ങളെ മനസ്സിലാക്കണം, എന്തുകൊണ്ട് അവ ഹാനികരമല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ റെമഡി, അതായത് ഇത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഈ വീഡിയോ നിങ്ങൾ കാണാവൂ. ഇതിലെ സ്റ്റെപ്സ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാവൂ. കാരണം ബേസിക് ആയിട്ടുള്ളത് ഇതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രോപ്പറായി പതിഞ്ഞാൽ മാത്രമേ ട്രീറ്റ്മെന്റ്, ഈ പറയുന്ന ഈ വീഡിയോയിലെ ട്രീറ്റ്മെന്റ് മെത്തഡോളജി എങ്ങനെ മാറ്റാം എന്നുള്ളത് കൃത്യമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള 2 വീഡിയോസും പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാൻ മറക്കരുത്. ആ പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും വീഡിയോ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, കാണാൻ മറക്കരുത്. ഈ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ റെമഡിയൽ മെഷേഴ്സിനെ കുറിച്ച് സംസാരിക്കാം, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം. ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. DPDRന്റെ ലക്ഷണങ്ങൾ എന്തായാലും ഒരു കാരണവശാലും അവ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ മനസ്സിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം മാറും. ഈ കാര്യം മനസ്സിലെപ്പോഴും ഭംഗിയായി അടിച്ചുറപ്പിച്ച് സ്വീകരിക്കുക. ആദ്യമായി നമ്മൾ ചെയ്യേണ്ട ടെക്നിക്ക്, ഇതിനു വേണ്ടി സ്വാഭാവികമായും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എക്സസൈസ് അത്യാവശ്യമാണ്. കാരണം ശാരീരികമായി വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആങ്സൈറ്റിക്ക് കാരണമായ, പേടിക്ക് കാരണമായ കോർട്ടിസോൾ കുറയുന്നു. അതിനു പുറമെ പോസിറ്റീവ് ഹോർമോൺസ് ആയ ഉണർവും ഉത്തേജനവും തരുന്ന ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ് പോലെയുള്ള ഹോർമോണുകൾ, സെറോട്ടോണിൻ പോലെയുള്ള ഹോർമോണുകൾ കൂടുകയും ചെയ്യുന്നു. ഒരു വെൽബീയിങ്, നല്ല ഒരു അവസ്ഥ, മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ, ഉണർവ്, ഉന്മേഷം ഇവയെല്ലാം നമുക്ക് ലഭിക്കുകയും കോർട്ടിസോൾ കുറയുന്നത് കൊണ്ട് നമ്മുടെ ഫിയർ, പേടി, ആൻസൈറ്റി ഇവയെല്ലാം കുറയുകയും ചെയ്യും. എക്സസൈസ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. കുറച്ച് ഡീറിയലൈസേഷനും ഡീപേഴ്സണലൈസേഷനും ഉള്ളവർക്ക് എക്സസൈസ് ചെയ്യുന്നത് പോലും സ്ട്രേഞ്ച് ആയി തോന്നാം. പക്ഷെ ഒരു കാരണവശാലും പേടിക്കേണ്ട. എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സിംറ്റംസ് കുറയും എന്നുള്ളത് ഒരു സംശയം വേണ്ട. തുടങ്ങാൻ പഠിക്കരുത്. എനിക്ക് ഡീപേഴ്സണലൈസേഷൻ, എനിക്കൊന്നും ചുറ്റുപാടുമൊന്നും റിയൽ ആയി തോന്നുന്നില്ല എന്ന് തോന്നുന്നത് കൊണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണ് എന്ന് വിചാരിച്ചാൽ ആ പേടി കാരണം സിംറ്റംസ് വരുമോ എന്നുള്ള പേടി കാരണം സിംറ്റംസ് കൂടുതൽ വരും. അതേസമയം ഏതായാലും ഇത് കുറേ ദിവസമായി എനിക്കുണ്ട്, ഞാൻ എക്സസൈസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്താൽ ഈ സിംറ്റംസ് കുറയുമെന്നല്ല, 2 മിനിറ്റ് കൊണ്ട് ഇത് ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക. ചെറിയ കുട്ടികളാണെങ്കിൽ, ഒരു 40 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വ്യായാമമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിമുകളോ കളിക്കാനാണ് പറയുക. ഇനി അതല്ല, യോഗയാണ് താങ്കൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ യോഗ ചെയ്യാം. അത് താങ്കളുടെ തീരുമാനം പോലെ ആവും. അല്ലെങ്കിൽ കളിക്കാം, അതല്ലെങ്കിൽ സാധാരണ ശാരീരിക വ്യായാമം ചെയ്യാം, അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോവാം, അതുമല്ലെങ്കിൽ യോഗ ചെയ്യാം. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ദിവസവും 1/4 മണിക്കൂറെങ്കിലും നമ്മൾ ചെയ്താൽ നല്ല റെഡിയാകും. രണ്ടാമത്, ഇങ്ങനെയുള്ള സിംറ്റംസ് വരുമ്പോൾ ഉടനെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഫോണിൽ വിളിച്ച് ഒന്ന് സംസാരിക്കും. നമ്മുടെ മനസ്സിൽ ചിന്തകൾ കൂടുമ്പോഴാണ് പേടി വരുന്നത്. ഈ പേടി വരുമ്പോഴാണ് ഈ സിംറ്റംസ് കൂടുന്നത്. ഇതൊരു വിഷ്യസായ സൈക്കിളാണ്. DPDR സിംറ്റംസ് വരുന്ന പോലെ തോന്നുന്നു, ഉടനെ നമ്മൾ പേടിക്കുന്നു, ആൻഷ്യസ് ആവുന്നു, വീണ്ടും DPDR സിംറ്റംസ് വരുന്നു. സിംറ്റംസ് വന്നപ്പോൾ നമ്മൾ പേടിക്കുന്നു, ആൻഷ്യസ് ആവുന്നു, തോട്ട്സ് റേസ് ആവുന്നു, സിംറ്റംസ് വരുന്നു. ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ഇതിനെ ബ്രേക്ക് ചെയ്യണം.
ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള വഴി എന്താ? ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെയോ ഭാര്യയെയോ കുട്ടിയെയോ അച്ഛനെയോ അമ്മയെയോ ആരെയെങ്കിലും ഫോണിൽ വിളിച്ച് ഒന്ന് നമസ്കാരം പറഞ്ഞ് 2 മിനിറ്റ് സംസാരിച്ചാൽ ഈ സിംറ്റംസ് അപ്പോൾ തന്നെ മാറുന്നു. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു റെമഡിയാണ്. പക്ഷേ ഇത് തന്നെ വീണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് എന്റെ ഈ സിംറ്റം മാറി, വീണ്ടും ചെയ്തപ്പോൾ വീണ്ടും മാറി, വീണ്ടും ചെയ്തപ്പോൾ വീണ്ടും മാറി, വീണ്ടും വന്നു, വീണ്ടും ചെയ്തപ്പോൾ വീണ്ടും മാറി, വീണ്ടും വന്നു. ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ മനസ്സിനെ എൻഗേജ് ആക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, എക്സസൈസ് ചെയ്തു, കളിച്ചു, ഫ്രണ്ട്സിനെ വിളിച്ചു, നല്ലൊരു സിനിമ കണ്ടു, നല്ലൊരു പുസ്തകം വായിച്ചു, പുറത്തേക്ക് കൂട്ടുകാരുടെ കൂടെ നടക്കാൻ പോയി, അങ്ങനെയുള്ള ചെറിയ 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 അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള ടാസ്കുകൾ പതിയെ 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 നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ, ഓരോ ടാസ്കുകളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിംറ്റംസിന്റെ ആ അവസ്ഥ ആ ടാസ്കുകൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല എന്ന് കാണുന്നു. അതിങ്ങനെ പതിയെ 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 കൂട്ടിക്കൊണ്ടുവരിക. അതായത് 24 മണിക്കൂറും സിംറ്റംസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നൊരു മാനസികാവസ്ഥ, എന്നൊരു മോട്ടിവേഷൻ, എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. അത് ഗുണകരമല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ എപ്പോഴും ചെയ്യുക. രണ്ടാമത്തെ ചെറിയ ടാസ്കാണ് ഡീപ് ബ്രീത്തിങ് എന്നുള്ളത്. എപ്പോഴും മനസ്സിനും ശരീരത്തിനും റിലാക്സേഷൻ തരുന്നത് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, എൻ്റെ മനസ്സിനെ പേടിപ്പിക്കുന്നില്ല, എൻ്റെ ശരീരത്തിനെ പേടിപ്പിക്കുന്നില്ല എന്നുള്ളതിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു റിവേഴ്സ് സൈക്കോളജി സിഗ്നലാണ് ഡീപ് ബ്രീത്തിങ്. അപ്പോൾ ഡീപ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നത് നിങ്ങളുടെ ആൻസൈറ്റി കുറയ്ക്കുന്നു. DPDR സിംറ്റം ഉണ്ടാവുന്ന സമയത്ത് കണ്ണടച്ച് ഡീപ്പായി വയറും ചെസ്റ്റും നിറച്ച്, പരമാവധി നിറച്ച്, അതേപോലെ പതിയെ കംപ്ലീറ്റ് വായുവും പുറത്തേക്ക് വിട്ട് ഒരു 5-6 പ്രാവശ്യം കണ്ണടച്ച് ഡീപ് ബ്രീത്തിങ് ചെയ്താൽ, അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ DPDR സിംറ്റംസ് നിങ്ങൾക്ക് അനുഭവപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് രണ്ടാമത്. ഒന്നാമത്തെ എക്സസൈസ്. രണ്ടാമത് വേറൊരാളെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മൂന്നാമത് ഡീപ് ബ്രീത്തിങ് ചെയ്യുക. നാലാമത് ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഒരു എക്സസൈസ്. അതും ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യാം. നിങ്ങൾ വിളിക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്, ഡീപ് ബ്രീത്തിങ് ചെയ്യുന്നതും ബെറ്ററാണ്. മറ്റൊരു സ്ട്രാറ്റജിയാണ് ഗ്രൗണ്ടിങ്. ഗ്രൗണ്ടിങ്ങിൽ എന്താ? നിങ്ങളുടെ 5 സെൻസുകളെ ഉപയോഗിക്കുക. 5 സെൻസുകൾ ഏതൊക്കെയാണ്? കണ്ണുകൾ, കാതുകൾ, മൂക്ക്, വായ, സ്കിൻ, അതായത് നമ്മുടെ തൊലിപ്പുറം, ശരീരത്തിന്റെ ചർമ്മം. ഇത് 5ഉം നമ്മൾ ഉപയോഗിക്കാൻ പോവുകയാണ്. എങ്ങനെ? നമുക്ക് DPDR സിംറ്റം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കണ്ണുപയോഗിച്ച് 5 വ്യത്യസ്ത കാഴ്ചകൾ പതിയെ പതിയെ ആസ്വദിച്ച് കാണുവാൻ ശ്രമിക്കുക. എവിടെയാണ്? പച്ചയില കാണാം, നീല പെയിന്റ് കാണാം, മറ്റേതെങ്കിലും നിറത്തിലുള്ള ഒരു ചെയർ കാണാം, റെഡ് നിറത്തിലുള്ള ഒരു പൂ കാണാം, ബ്രൗൺ നിറത്തിലുള്ള ഒരു കിളി പറക്കുന്നത് കാണാം. റൂമിനകത്താണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് കാണാം. അപ്പോൾ 5 നിറങ്ങൾ, 5 കാഴ്ചകൾ പതിയെ ഫോക്കസ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. അടുത്തത് ചെവികൾ ഉപയോഗിച്ച് 4 ശബ്ദം കേൾക്കുവാൻ ശ്രമിക്കുക. പല ശബ്ദങ്ങളും, ഫാനിന്റെ ശബ്ദം ഉണ്ടാവാം, ടിവിയുടെ ശബ്ദം ഉണ്ടാവാം, ആളുകൾ സംസാരിക്കുന്നതിന്റെ ശബ്ദം ഉണ്ടാവാം, കിളികളുടെ ശബ്ദം ഉണ്ടാവാം, അണ്ണാരക്കണ്ണന്റെ ശബ്ദം ഉണ്ടാവാം, വണ്ടികൾ പോകുന്നതിന്റെ ശബ്ദം ഉണ്ടാവാം, വണ്ടികൾ ഹോൺ അടിക്കുന്നതിന്റെ ശബ്ദം, അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരു 4 ശബ്ദത്തിൽ ഫോക്കസ് ചെയ്യുവാൻ ശ്രമിക്കുക. അടുത്തത് മൂക്ക് ഉപയോഗിച്ച് 3 മണം ആസ്വദിക്കുവാൻ ഫോക്കസ് ചെയ്യുവാൻ ശ്രമിക്കുക. അവിടെ ഒരുപാട് മണങ്ങളുണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ മണത്ത് നോക്കാം, കർച്ചീഫ് എടുത്ത് അത് മണത്ത് നോക്കാം, അടുത്തൊരു പുസ്തകം എടുത്ത് അത് മണത്ത് നോക്കാം, ഒരു ഇല എടുത്ത് മണത്ത് നോക്കാം. എഴുതി നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് നിങ്ങളുടെ സ്കിൻ ഉപയോഗിച്ച് 2 കാര്യത്തെ തൊട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക.
നിങ്ങൾ ഇരിക്കുന്ന ചെയർ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഏതാണെങ്കിലും, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അടുത്തുള്ള ചുവരാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു ഇലയാണെങ്കിലും മരമാണെങ്കിലും എന്താണെങ്കിലും, നിങ്ങളുടെ ഷർട്ടാവാം, നിങ്ങളുടെ കണ്ണടയാവാം, നിങ്ങളുടെ മുടിയാവാം, എന്തും. ഐഡിയ എന്താണ്? ഒരു 2 മിനിറ്റ് നേരത്തെ, 1 മിനിറ്റ് നേരത്തേക്ക് അതിനെ ഒന്ന് തൊട്ട് അതിനെ ഒന്ന് അനുഭവിക്കുക. അതിന്റെ ഫോക്കസ്, ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണല്ലേ, അത് തൊടുമ്പോൾ എന്റെ കയ്യിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടല്ലേ എന്നെല്ലാം ഒന്ന് മനസ്സ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് വായ, നാവ്, അത് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു രുചി അനുഭവിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് എന്തെങ്കിലും എടുത്ത് വായിടാൻ പറ്റുമോ? കയ്യിൽ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു മുട്ടായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വായിട്ട് അതിന്റെ ടേസ്റ്റ് ആസ്വദിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നാരങ്ങ വെള്ളം കുടിക്കുന്നത് പോലെ ഒന്ന് ഫീൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നല്ലൊരു മുളക് കടിക്കുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ അതിന്റെ ടേസ്റ്റ് വരും. ആ ഒരു ടേസ്റ്റ്. അപ്പോൾ 5, 4, 3, 2, 1 എന്നുള്ള നിലയിൽ നമ്മുടെ സെൻസസിനെ ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് മാറും. ഈ 2-3 മിനിറ്റിൽ നിങ്ങൾക്ക് ഈ DPDR സിംപ്റ്റം ഉണ്ടാവില്ല. ഇത് പിന്നെയും അടുത്ത ആക്ടിവിറ്റി ചെയ്ത്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് എന്തെങ്കിലും ചെയ്യുന്നതാണ്. ഈ എന്തെങ്കിലും ചെയ്യുന്നത് മാറ്റി മാറ്റി എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ സിംറ്റംസ് വരുന്നത് കുറയും. 24 മണിക്കൂറും സിംറ്റംസ് വന്നുകൊണ്ടിരുന്നത് ഞാൻ ജോലി ചെയ്യുമ്പോൾ വരുന്നില്ല, സിനിമ കാണുമ്പോൾ വരുന്നില്ല, കളിക്കുമ്പോൾ വരുന്നില്ല, പുസ്തകം വായിക്കുമ്പോൾ വരുന്നില്ല, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരുന്നില്ല, വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു അപ്പോഴും വരുന്നില്ല. ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ സിംറ്റംസ് ആങ്സൈറ്റിയുടെ സർവ്വസാധാരണമായ ശരീരത്തിന്റെ, മനസ്സിന്റെ സ്വാഭാവികമായ ഡിഫൻസ് മെക്കാനിസമാണ്. ഇവ സ്വാഭാവികമാണ്, നാച്ചുറലാണ്, നോർമലാണ്. ഈ ലക്ഷണങ്ങൾ ഒരു കാരണവശാലും ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല. ഇവ വരുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു വിഷമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ വിഷമത്തിനെ നമ്മൾ പേടിയാക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും വരുന്നത്. ഇത്രയും മനസ്സിൽ വെച്ചാൽ ഈ പ്രശ്നം കഴിഞ്ഞു. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റുമാരുണ്ട്, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വളരെ കൃത്യമായി എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ സൺഡേ രാത്രി 9:30 യൂട്യൂബ് ലൈവിൽ വരാറുണ്ട്. അവിടെ കാര്യങ്ങൾ ചോദിക്കാം. ഹെൽപ്പ് എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങളുടെ ഈ പ്രശ്നം മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വീഡിയോകൾ തുടർന്നും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടും പേടിക്കേണ്ട, എല്ലാം നല്ലതേ വരും.